ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനയ്ക്കെതിരെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഇപ്പോൾ നടക്കുന്ന ഹർഷിനയുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ്. ഹർഷിനയെ വീട്ടിൽ പോയി കണ്ട് സഹായം വാഗ്ദാനം ചെയ്തെങ്കിലും അവർ നിരാകരിച്ചെന്നും പി സതീദേവി പറഞ്ഞു. ഹർഷിനയ്ക്ക് ആവശ്യമെങ്കിൽ വനിതാ കമ്മീഷൻ ഇടപെടലിന്റെ ഭാഗമായി സൗജന്യ നിയമസഹായം നൽകുമെന്നും സതീദേവി പറഞ്ഞു. ഞാൻ ആ സ്ത്രീയെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം തീർച്ചയായിട്ടും നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഹർജി കൊടുക്കണം. അവർ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവർക്ക് സൗജന്യ നിയമസഹായമടക്കം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ സമരമൊക്കെ നടത്തിയിട്ടുള്ളത്. ഇന്ന് അവർക്ക് ഏറെ വൈകിയ ഒരു സാഹചര്യത്തിലാണ് കോടതിയിൽ ഹർജി കൊടുത്തു എന്ന് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമാണെങ്കിൽ വനിതാ കമ്മീഷന്റെ ഇടപെടലിന്റെ ഭാഗമായി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായി ഞങ്ങൾ സൗജന്യമായിട്ടുള്ള നിയമസഹായം ലഭ്യമാക്കി കൊടുക്കാൻ വനിതാ കമ്മീഷൻ ഇടപെടും. ഫൈസൽ നെടുമ്പാല കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ഫൈസൽ, നഷ്ടപരിഹാരം ലഭിക്കാനായി കോടതി വഴി പോരാട്ടം തുടരാനാണ് ഹർഷിന തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെതിരെയാണോ ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ രംഗത്തെത്തിയിരിക്കുന്നത്? ദിവ്യ, വനിതാ കമ്മീഷൻ അധ്യക്ഷന്റെ പരാമർശം ഹർഷിന നടത്തിക്കൊണ്ടുവരുന്ന സമരവുമായി ബന്ധപ്പെട്ടാണ്. മുൻകാലങ്ങളിലൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംഘം ഈ ഹർഷിനയുടെ വീട് സന്ദർശിക്കുകയും ഹർഷിനുമായി സംസാരിച്ചതുമാണെന്നാണ് അവർ പറയുന്നത്. കൃത്യമായി തന്നെ അന്ന് തന്നെ ഈ പറയുന്ന പോലെ നഷ്ടപരിഹാരത്തിനായുള്ള തുകയ്ക്കായി കോടതിയെ സമീപിക്കാമെന്ന് കൃത്യമായി ഹർഷിനെ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ അന്ന് ഹർഷിൻ ഇത് തിരസ്കരിച്ചു എന്നുമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഹർഷിന. അതിനിടെയാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇത്തരമൊരു പരാമർശം നടത്തുന്നത്. ആവശ്യമാണെങ്കിൽ വനിതാ കമ്മീഷന്റെ നിയമസഹായം ഹർഷിനക്ക് സൗജന്യമായി തന്നെ നൽകാനും വനിതാ കമ്മീഷൻ തയ്യാറാണെന്നുമാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനിടയിൽ നിരവധി സമരങ്ങളാണ് ഹർഷിന ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഈ പേര് നടത്തി വരുന്ന സമരങ്ങൾക്കെതിരെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ഇപ്പോൾ ഈ ഒരു പരാമർശം വന്നിട്ടുള്ളത്. യെസ്, അതായത് ഈ സമരങ്ങൾക്ക് പിന്നിൽ, ഹർഷിനയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയ പ്രേരിതമാണ് ആ സമരങ്ങൾ എന്നല്ലേ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത്? ആ ഒരു തരത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം മുൻപ് നിയമവാഗ്ദാനം നൽകിയിട്ടും അത് തിരസ്കരിച്ചുകൊണ്ട് ഇത്തരത്തിൽ സമര പരിപാടിയിലേക്ക് കടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത്. യെസ്, ഫൈസൽ, ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഹർഷിന കോടതി വഴി പോരാട്ടം തുടരാനിടയായ സാഹചര്യം എന്തായിരുന്നു? ദിവ്യ, ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഹർഷിന നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കുന്നത്. ഒരുപക്ഷെ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നീതി കിട്ടുമോ എന്നുള്ളൊരു ഉറപ്പ് നീതി കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് കണ്ടതിനെ തുടർന്നാണ് ഹർഷിന ഇത്തരത്തിലൊരു കോടതിയുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരത്തിന് മുതിരുന്നത്. നമ്മൾ ഹർഷിനയെ പ്രതികരണം എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഒരുപക്ഷെ അല്പസമയത്തിനകം ഹർഷിന പ്രതികരണം വന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. യെസ്, ഇവിടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി പറഞ്ഞത് അവിടെ വീട്ടിലെത്തി സഹായം അടക്കം വാഗ്ദാനം ചെയ്തു. പക്ഷേ ആ സഹായ വാഗ്ദാനങ്ങൾ നഷ്ടപരിഹാരം അടക്കം നൽകാമെന്ന് പറഞ്ഞിട്ടും അതെല്ലാം നിരാകരിച്ചു എന്നാണോ സതീദേവി പറഞ്ഞത്? ഫൈസൽ, അതെ, തീർച്ചയായും അത്തരത്തിൽ തന്നെ വേണം നമ്മൾ കരുതാൻ. കാരണം മുൻപ് ഈ കേസ് നടന്നിട്ട് വർഷങ്ങളായി. അപ്പോൾ അത്തരത്തിൽ സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷ ഹർഷിനയുടെ വീട്ടിൽ പോയി കണ്ടിട്ടും അവര് അന്ന് തയ്യാറാകാത്തതിനെ തുടർന്ന് ഒരുപക്ഷെ ആ ഒരു തരത്തിൽ തന്നെ ആയിരിക്കാം ഇന്നത്തെ സതീദേവിയുടെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്. ഹർഷിനയുടെ സമരത്തിന് പിന്നിൽ സമരം അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പി സതീദേവിയുടെ ആരോപണം.